ഹായ് എവരിവൺ, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ യാത്ര ഗന്തൂത്തിലേക്കാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലൈവ് വോയിസ് ആയിരിക്കും കേട്ടോ. പൊതുവേ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടാണ് ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. ബട്ട് ഇന്ന് ലൈവ് വോയിസ് റെക്കോർഡിംഗ് ആണ് കേട്ടോ. ജനങ്ങൾക്കിടയിൽ ഒരു പുരുഷ സരോവരം. ഞങ്ങൾ 5 സുഹൃത്തുക്കളുടെ കൂടെ കണ്ടന്റ് ക്രിയേറ്ററെ നടുക്ക് വെച്ചുകൊണ്ടുള്ള യാത്രയാണ് ഇന്ന്. ഒരു മെനകെട്ട ഒരു 4-5 സുഹൃത്തുക്കളുണ്ട്. വണ്ടി ഓടിക്കുന്ന സ്ഥിരമായി ഉറങ്ങുന്ന ഒരു ഉറക്കം തൂങ്ങിയും സ്ഥിരമായി വണ്ടി ഓടിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു ദൂരത്തിനും പിന്നെ സ്ഥിരമായ ഒരു കണ്ടന്റ് ക്രിയേറ്ററും ഏതൊരു ഗ്രൂപ്പിലും സ്ഥിരമാണ്. പറഞ്ഞ റോഡിന്റെ നടുക്ക് ഇവന്റെ ചാനൽ നിങ്ങൾ ആരും കാണരുത്. ഞാൻ കണ്ടിട്ട് എനിക്ക് ബോറടിച്ച്, നിങ്ങൾക്കും ബോറടിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കണ്ടോളൂ. സമാധാനത്തിന്റെ വെള്ളരിപ്രാവ്. സമാധാനത്തിന്റെ വെള്ളരിപ്രാവായ കറുത്ത കാക്ക ഞങ്ങളുടെ കൂടെ ഉണ്ട്. നീ 2 വാക്ക് പറയാം ആയിഷ. 1-2 ഇതാണ് നിന്റെ വാക്ക്. പിന്നല്ല ഞാൻ എന്താ പറയാ, ഇവനെ ആദ്യം എടുത്തെറിയണം ഇവിടെ നിന്ന്. മേടിക്കാൻ പോവുകയാണ് ഗൈസ്. എന്താ കട്ടൻ മേടിക്കാൻ പോകും. നമ്മൾ കഞ്ഞോളം മേടിക്കാൻ പോകും. എവിടേക്ക്? ഗന്തൂത്. ഗന്തൂത് എവിടെയാണ്? എവിടെ? അബുദാബി ബോർഡർ. കട്ടൻ കട. ചായക്കട. ചായക്കടയിൽ കട്ടൻ കിട്ടും. അതുപോലൊരു കട്ടൻ വാങ്ങാനാണോ പോണേ? അതെ, കട്ടൻ പിടിച്ച് നമ്മൾ പാട്ട് പാടും. കട്ടനും ബീഫും ഇഷ്ടോട്ടാ. കട്ടനും ബീഫ് ചില്ലി. കട്ടനും ബീഫ് ചില്ലി. നല്ല കോമ്പിനേഷൻ. എന്താ നിഷാദിന്റെ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. പക്ഷെ എന്റെ ചാനൽ കണ്ടെന്ന് പറഞ്ഞ അതെ, ചാനലിനെ പ്രൊമോട്ട് ചെയ്യാൻ കൊണ്ടിരുത്തിയവൻ ചാനൽ കാണണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ മറ്റേ ഉള്ള ബെല്ലൈക്കണൊക്കെ ഞെക്കിപ്പൊട്ടിക്ക് അല്ലേ, സബ്സ്ക്രൈബ് ചെയ്യ്, ലൈക്കുകളൊക്കെ വാരിക്കൊരു കൊടുത്ത് പിടിച്ച് ഞെക്കിപ്പൊട്ടിക്ക്. ഈ വോയിസ് ഒക്കെ ഞാൻ ഇടും കേട്ടോ. ഭാഗത്ത് കാണുന്നതാണ് എടി വെല്ലൈക്കണം, അതൊക്കെ അത് വിട്, വേറെ. ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പോകുന്നത് ഗന്തൂത്തിലേക്കാണ്. ഗന്തൂത്ത് അബുദാബി ബോർഡറിൽ വരുന്ന ഒരു ഏരിയയാണ്. അവിടെ നമുക്ക് ഇന്ന് നാട്ടിൽ പോകുന്നതിന് മുന്നോടിയായി കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോവാണ്. കുറച്ച് സാധനങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കട്ടൻ കാപ്പി തന്നെയാണ് വാങ്ങാൻ പോകുന്നത്. പല വെറൈറ്റി ഓഫ് സാധനങ്ങൾ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടറിഞ്ഞിട്ട് പോവുകയാണ്. എങ്ങനെയുണ്ടെന്ന് അവിടെ ചെന്നിട്ട് പറയാം. പിന്നെ അതുപോലെ തന്നെ ആസ് എ യൂഷ്വൽ മലയാളി, നമ്മൾ വില കുറഞ്ഞ സാധനം ക്വാളിറ്റിയിൽ എവിടെ കിട്ടുമോ അവിടെ പോയി സാധനം പർച്ചേസ് ചെയ്യുന്നതാണ്. അതിൻ്റെയൊക്കെയാണ് ഇന്നത്തെ ലക്ഷ്യം. ഞങ്ങൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. അടുത്തൊരു 1 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തുന്നതാണ്. എത്തിയാലുടൻ നിങ്ങൾക്കുള്ള ഫുൾ ഐറ്റംസ് നമുക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ കാണിച്ചു തരും. ഇല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ഓൺലി. നന്നായി. ഇതുപോലെയുള്ള കാരണം കൊണ്ടാണ് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇതുപോലത്തെ കൂട്ടുകാരാണ് എനിക്കുള്ളത്. നിങ്ങൾക്കുണ്ടോ ഇങ്ങനത്തെ കൂട്ടുകാര്? മെൻഷൻ ചെയ്യൂ, കമന്റ് ചെയ്യൂ. ഇന്ന് അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. ഇന്ന് 40 സംതിങ് ഉണ്ടാവും ചൂടത്ത്. 40 ചില്ലറയോ? ടെമ്പറേച്ചർ നോക്കിട്ട് അതങ്ങോട്ട് പറഞ്ഞു തുടങ്ങുക. ഇത് മറ്റേതെന്താണ്? ഇലക്ട്രിക് ലൈൻ അല്ലേ? ഇതെല്ലാം ഇലക്ട്രിക് ലൈൻ ആണ് കേട്ടോ. അല്ല, ഇവിടെ മുകളിൽ കൂടെ പോകുന്ന ഇലക്ട്രിക് ലൈൻ അധികം ഇല്ലല്ലോ. ഫീൽസ് ലൈക്ക് 48 ഡിഗ്രി കേട്ടോ ചൂട് ഇന്നത്തെ.
അലേർട്ട് വന്നിട്ടുണ്ട് എക്സസീവ് ഹീറ്റ് എന്ന് പറഞ്ഞു. ടെമ്പറേച്ചറിനെ കുറിച്ച് പറയണോ? അടുത്ത മാസം ചൂട് കുറയുന്നാണ് ഇക്കാക്കയുടെ വാദം. ടെമ്പറേച്ചറിനെ കുറിച്ച് പറയുന്നത് ഹ്യൂമിഡിറ്റി 40. പകുതി വരെ ഇതില്ലേ? സെപ്റ്റംബർ പകുതി വരെ അല്ലേ? ഇന്ന് നമ്മള് ലൈവ് വോയിസ് ആണ്. അപ്പോൾ ഈ വോയിസ് റെക്കോർഡ് ചെയ്തത് ഏത് രീതിയിലാണെന്ന് അറിയില്ല കേട്ടോ. ഇത് ഞാൻ മെയിൻലി ഇത് റെക്കോർഡ് ചെയ്തിട്ട് വീട്ടിൽ പോയിട്ട് വോയിസ് റെക്കോർഡ് ചെയ്യാണ് ചെയ്യാറ്. അതെ, അല്ല ഇത് പറഞ്ഞില്ലെങ്കിൽ അറിയില്ലല്ലോ. കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെയുള്ള ശബ്ദമാണെങ്കിൽ ക്ഷമിക്കണം, അത് ഞങ്ങളായിരിക്കും. ക്ഷമിക്കാൻ പറ്റിയില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചാൽ മതി. നിങ്ങളുടെ ദേഷ്യം മൊത്തം ബെല്ലൈക്കണിൽ അമർത്തി നിങ്ങൾ തീർക്കുക ഗൈസ്. ഫക്രുദ്ദീൻ പ്രോപ്പർട്ടീസ്. ഹായ് ഗൈസ്, ജീപ്പ് പോകുന്ന ഗൈസ്. എവിടെയാണ് ഗൈസ്? സര നീ എന്താണ് ഒന്നും പറയാത്തത്? കലാസ്നേഹികളെ, ഇക്കാക്കയുടെ വോയിസ് തരട്ടെ. പ്രിയമുള്ള കലാസ്നേഹികളെ. അതെ, നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. ടോപ്പിക് പറയണ്ട, ടോപ്പിക് വ്ളോഗാണ്. വേറൊരു ടോപ്പിക് നീ സംസാരിക്കരുത്. അല്ലേ, ഇവിടെ ഈ റോട്ടില് കാറുകളും മറ്റേ ലൈനുകളും മാത്രമേ ഉള്ളൂ. നിങ്ങളോട് പറഞ്ഞു തരാൻ എനിക്ക് എന്താണ്, നിങ്ങൾ കാഴ്ചകൾ കാണുക. ദുബായിലെ കാഴ്ചകൾ. റോട്ടിൽ പിന്നെ എന്താണ് ഉണ്ടാവുന്നത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അല്ല, നമ്മൾ പോകുന്തോറും മറ്റേ ഓരോരോ കാഴ്ചകൾ നിങ്ങൾക്കായിട്ട് കാണിച്ചു കൊടുക്കാമല്ലോ, ഇവർക്കായിട്ട് കാണിച്ചു കൊടുക്കണ്ടേ? ഇലക്ട്രിക് ലൈന്, റോഡ്, കാറ്. എന്റെ എല്ലാ വ്ളോഗിലും ഇത് മാത്രമാണ്. പീസ് ഓഫ് ഹോം അല്ല, പീസ് ഹോം. ഹോം വ്യൂസ് ആക്കിയേ കഴിഞ്ഞു കഴിഞ്ഞോ? ഒന്നും പറയാനില്ല. ഇല്ല, മഹേഷ് 2 വാക്ക് സംസാരിക്കുക എനിക്ക് വേണ്ടി. അല്ല, എനിക്ക് വേണ്ടി മഹേഷ് 2 വാക്ക് സംസാരിക്കുന്നതാണ്. ഞാൻ ഡ്രൈവിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. ഈ സംസാരിക്കുന്നവര് 10-12 വർഷമായിട്ടോ ഇവിടെ ദുബായില്. ക്യാമറ ഓൺ ആക്കിയാൽ ഇവർക്ക് നാണമാണെന്നാണ്. ഞങ്ങൾ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് കേസ്, അതുകൊണ്ട് നമുക്ക് കോൺസെൻട്രേഷൻ അതിലായി പോയി. ലക്ഷ്യത്തിലോട്ട് കട്ടങ്കട ചായക്കടയിലോട്ട് പോകുന്നുണ്ട്. ചായക്കടയാണ് നമ്മുടെ ലക്ഷ്യം. ഈ ചായക്കട അവസാനം കാണിച്ചു കൊടുക്കുമോ? ലക്ഷ്യം മാർഗത്തിൽ സാധൂകരിക്കും എന്നാണ് പറയുന്നത്. നിങ്ങൾ ചുമന്ന റോഡിൽ കാണുന്നുണ്ടോ കേസ്? ചായക്കടയില് എന്ത് ടൈപ്പ് ചായ? പല ടൈപ്പ് ഉണ്ട്. ഇഞ്ചി ചായ, കട്ടൻ ചായ, പാൽ ചായ. ഈ ചുവന്ന കളർ എന്തിനാ സ്പീഡ് റെഡ്യൂസ് ചെയ്യാനാണെന്നാണ് ഇക്കാക്ക പറയുന്നത്. നമുക്ക് ഇക്കാക്കയുടെ അഭിപ്രായം ചോദിക്കാം. ഇക്കാക്ക എന്റെ വായിക്കാൻ നോക്കൂ. മിനിമം സ്പീഡ് ഉണ്ട്. അതിപ്പോ നീ പറഞ്ഞിട്ട് വന്നല്ലോ ഇവിടെ. ഒരാള് ഡൗട്ട് ചോദിച്ചു പറഞ്ഞു കൊടുത്തതല്ലേ. അത് നമ്മള് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് റോഡിന് ചുമന്ന പെയിന്റ് അടിക്കുന്നില്ല സുരസ? ചേഞ്ച് ആയി എന്നറിയാൻ വേണ്ടിയുള്ള അലേർട്ടാണ്. അതായത് ഇപ്പൊ ഷെയ്ഖ് സായിദ് റോഡിന് ജനറലി ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ട്. അതിൽ നിന്ന് നമ്മളൊരു ഏരിയയിലേക്ക് കടക്കുമ്പോൾ ആ സ്പീഡ് ലിമിറ്റ് മാറും. അത് നമ്മളെ അലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റെഡ് മാർക്ക് ചെയ്തിട്ട് അതിൽ ഇത് കൊടുത്തിരിക്കണേ. അല്ലെങ്കിൽ നമ്മൾ ജനറലി ഒരു റോഡിന്റെ സ്പീഡ് ലിമിറ്റ് ചെക്ക് ചെയ്താൽ നമുക്ക് വേറെ സ്പീഡ് ലിമിറ്റ് ആയിരിക്കും കിട്ടുക. അതെ, അറിയിക്കുകയാണ് ഗൈസ്. എടാ, അത് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുകയല്ലേ? കൺസ്ട്രക്ഷൻ വർക്ക് ഇത് ഓൾറെഡി ഉള്ളത് അവര് എൻഹാൻസ് ചെയ്യുന്നതാണ്. ഇവരെല്ലാം സിവിൽ ഫീൽഡിലൊക്കെ ഉണ്ടെന്നാണ് ഇവര് അവകാശപ്പെടുന്നത് കേട്ടോ. നിങ്ങളെല്ലാവരും ഈ ഇരിക്കുന്ന 3 പേരുണ്ടെങ്കിൽ നമുക്കൊരു വീട് കെട്ടാം. കെട്ടാം. അവസാന ഭാഗമായ ലാൻഡ്സ്കേപ്പിംഗ് ആണ് എന്റെ സ്കോപ്പ് ഓഫ് വർക്ക്. ഇതിന്റെ ഇടയിൽ കൂടെ മാർക്കറ്റിംഗ് വേണ്ട.
ഇരിക്കട്ടെ, ഫ്രീലാൻസ് ആയിട്ട് ആർക്കെങ്കിലും ലാൻഡ്സ്കേപ്പ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ചെറുകിട വൻകിട അതെ. എടി മാർക്കറ്റിങ്ങിന് വേണ്ടിയല്ല കേട്ടോ ഞാൻ തന്നത്, നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ പറ. ഈ വണ്ടി എന്താ? നമ്മൾ അങ്ങനെ ദുബായിൽ നിന്ന് ഈ വണ്ടിയെ കുറിച്ച് ഒന്ന് പറഞ്ഞോ? കടക്കുകയാണ്. ഇത് അല്ല, ഇത് മറ്റേ വേറെ ഇത് റിക്കവറി ആണത്. ഇതാണോ ബിൽഡിങ്ങുകൾ കാണുന്നുണ്ടോ നിങ്ങള്? ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് എടാ ക്യാമറയിൽ കൂടെ എത്രത്തോളം അത് കേക്ക് പറഞ്ഞോ. ദുബായിൽ നിന്നും അബുദാബിയിലേക്ക് കയറി. അബുദാബിയിലേക്ക് കേറിയില്ല, അബുദാബി എത്തുന്നു. നീ എന്താ പറയാമെന്നാ നീ പറഞ്ഞോ ശ്രുതി? നമ്മുടെ ദുബായിയുടെ കാഴ്ചകൾ മാറി തുടങ്ങി. ഇനി അബുദാബിയുടെ ഒരു, അതായത് റെസിഡൻഷ്യൽ ഏരിയാസ്, ഫ്ലാറ്റ്സ് മുതലായിട്ടുള്ള ആ ഒരു ചേഞ്ച് നമ്മൾ കാണാൻ പോവുകയാണ്. ദുബായ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ സിറ്റി, മേജർ ആയിട്ടുള്ള സിറ്റി, കൺസ്ട്രക്ഷൻ, പിന്നെ അതുപോലെ ഇൻഡസ്ട്രീസ് ഒക്കെയാണ് മെയിൻലി. അബുദാബി കുറച്ചുകൂടെ ഡെവലപ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ റെസിഡൻഷ്യൽ ഏരിയാസ് ആണ് അവിടെ കൂടുതൽ. അതുപോലെ തന്നെ അബുദാബിയിലെ റെസിഡൻഷ്യൽ ഏരിയാസിൽ അവിടെയുള്ള ആൾക്കാരെയാണ് അവർ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ ഇന്നത്തെ ടെമ്പറേച്ചർ വന്നിട്ട് നമുക്ക് 42 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇറ്റ് ഫീൽസ് ലൈക്ക് 48, അതായത് 48 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ. വണ്ടി തണുക്കുന്നത് പോലും ഇല്ല ഗൈസ്. ഞങ്ങളിവിടെ അബുദാബി എത്തുന്നത് വരെ ചൂടും ഒക്കെ അനുഭവിച്ച് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്രുതി നീ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടടാ, നീ എഡിറ്റ് ചെയ്ത് കളാട്ടോ, ഒന്നും വേണ്ട. ഇതെല്ലാം സത്യമാണോ അല്ലയോ എന്നൊന്നും അറിയില്ല. അത് ഞാൻ പറയും. ഒരു ഓളത്തിൽ തള്ളിയതാണ്. അല്ല, അതുപോലെ തന്നെ സംസാരിക്കാൻ താല്പര്യമുള്ളത് കൊണ്ടും എവിടെയൊക്കെയോ കുറച്ച് അറിവുകൾ ഉള്ളത് കൊണ്ടും ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാനൊരു ഗൂഗിൾ അല്ല, അറിയാവുന്ന കാര്യങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ. എന്തെങ്കിലും തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ ക്ഷമിക്കേണ്ടതാണ്, എന്നിട്ട് അതെല്ലാം ഒന്നും കൂടെ അവർത്തേണ്ടതാണ്. അതെ, നിങ്ങളുടെ ദേഷ്യം ലൈവ് വോയിസ് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസ് ഒന്നും നമുക്കില്ല. അതെ, കുറ്റങ്ങളും കുറവുകളും സംസാരിച്ചേ ഉള്ളൂ. ഇവരോട് തർക്കിച്ച ശീലം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അതെ, അത് വെച്ച് ഒരു വോയിസ് ഓവർ പോസിബിൾ ആണോ എന്നറിയില്ല. നമ്മൾ ശ്രമിക്കുകയാണ്. ഇതിന്റെ കമന്റ്സ് കാണുമ്പോൾ നമുക്ക് തീരുമാനിക്കാം അടുത്ത് ഇനി ഒരു ലൈവ് വോയിസ് ഓവർ വേണോ വേണ്ടയോ എന്ന്, അല്ലേ? അതിനനുസരിച്ച് നമ്മൾ തീരുമാനിക്കുന്നതായിരിക്കും. ഈ സൈഡുള്ളത് മരുഭൂമിയാണോ? അത് ഇവിടെ ഈ UAE എവിടെയാണ് മരുഭൂമി? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഒന്നും ചെയ്യാതെ ഒന്നും ചെയ്യാത്ത മരുഭൂമിയോ? അതെ, ഒന്നും ചെയ്യാത്ത മരുഭൂമിയാണത്. അതിനെയുള്ള മരുഭൂമി വിളിക്കുന്നത്. ഇതൊക്കെ നമ്മളൊരു ഓളത്തിൽ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. അത് തലയിൽ ഒരു ഓളം ഇല്ലാത്തതുകൊണ്ട് ലൈവ് വോയിസ് ചെയ്ത് ഒട്ടും എക്സ്പീരിയൻസ്ഡ് അല്ല, പറ്റാവുന്ന പോലെ പറയുന്നു. അങ്ങനത്തെ വാക്കൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ. ഫാമിലി, ഫ്രണ്ട്സ് ആൻഡ് ആൾ, പ്രത്യേകിച്ച് കുടുംബം. ഇതെല്ലാം ഞാൻ ഇങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടോ സാറാ. മഹേഷ് ചേട്ടാ, വാ തുറക്കൂ രണ്ടു പേർക്ക്. എന്തോന്നല്ല, നിങ്ങൾ ആര് ദശമൂലം താമോ? വാ തുറക്കൂ നിങ്ങൾ രണ്ടു പേർക്ക്. അതെ, മഹിക്ക് ദശമൂലം കിട്ടാതെ ഒന്നും. ഇതിപ്പോ നമ്മൾ അബുദാബി എത്തിയോ? ഇപ്പോഴും സ്റ്റിൽ ദുബായ് തന്നെയല്ലേ? വിശാലമായ റോഡുകൾ, അത് പറയണോ? ലേബർ സിറ്റി, ജബൽ അലി ലേബർ സിറ്റി. എവിടെ? അപ്പുറത്ത് അങ്ങോട്ടേക്കായിരുന്നു ആരോമാർക്ക്. ജബൽ അലി പോലീസ് സ്റ്റേഷൻ. അല്ല, റോഡ് അങ്ങനെ കമ്പയർ ചെയ്യണ്ട. നാട്ടിലെ റോഡും നാട്ടിലെ റോഡ് അത് ഇപ്പോ പൊതുവെ നമ്മള് പറയണ എന്താണെന്നറിയോ? ഇവിടെ ജീവിക്കുന്നവര് നാട്ടിൽ പോയി കഴിഞ്ഞാല് നാട്ടിലെ കാഴ്ചകളെ വെച്ച് കമ്പയർ ചെയ്യും ഇവിടുത്തെ റോഡ് ഫെസിലിറ്റീസ്.
അതാണല്ലോ എല്ലാരും കാണേണ്ടത്. അല്ലാതെ പിന്നെ അവിടുത്തെ ഇവിടത്തെയും തമ്മിലുള്ള വ്യത്യാസങ്ങളല്ലേ കാണേണ്ടത്. എടാ ഇതെന്താ, ഇതാണോ? ഇതെന്താ ലേബർ സിറ്റിയോ? ക്യാമ്പ്. ഇതാണോ ലേബർ സിറ്റി എന്നാണ് ബോർഡ് കണ്ടത്. ബോർഡിന്റെ ഒരു അഭിപ്രായത്തിലാണ് ഒരു ഇതില ഇവിടെ എല്ലാം ലേബർ ക്യാമ്പാണ്. ഇതെല്ലാം ക്യാമ്പുകളാണ് കേട്ടോ. അപ്പുറത്ത് DIP ആണ്. DIP-ലും ഈ ഏരിയ ഫുള്ള് ലേബേഴ്സിന്റെ ക്യാമ്പിന്റെ ഓഫീസ്. അതന്നെയാണ് കാണുന്നത്. അതാണ് അന്ന് കത്തിയത്. ബോർഡെല്ലാം കാണിക്കണ്ടല്ലേ. അടാ അതെ, ഇവിടുത്തെ ലേബേഴ്സ് പല രാജ്യക്കാരും ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നവർക്ക് കമ്പനി അക്കോമഡേഷൻ ആയിട്ട് കൊടുക്കുന്നതാണത്. അതൊക്കെ നീ അവർക്ക് വേണ്ടി കാണിച്ചു. അല്ല നീ പറഞ്ഞ പറഞ്ഞോ. ജാഫ്സ ഫ്രീ സോൺ പോലെ തന്നെ ഉമൽക്കോയും ഫ്രീ സോൺ ഉണ്ട്. അവിടെയും ഇതുപോലെ തന്നെയാണ്. ഒരു പർട്ടിക്കുലർ ഏരിയ ഇത് ഈ ഒരു ഇൻഡസ്ട്രീസ് പ്രവർത്തിക്കാനും ബിസിനസ്സിന് വേണ്ടിയിട്ടും സോൾ ഓണർഷിപ്സിന് വേണ്ടിയിട്ടും ഒരു ഫുൾ ഏരിയ അവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതാണ്. അത് ഉമൽക്കോയും ഉണ്ട്, അതുപോലെ മറ്റ് എമിറൈറ്റുകളിലും ഉണ്ട്. മറ്റ് എമിറൈറ്റ്സിൽ കൃത്യമായിട്ട് എവിടെയാണെന്ന് എനിക്കറിയില്ല. ബട്ട് ഉമൽക്കോയും ഫ്രീ സോണും ഇവിടെ ദുബായിയുടെ അബുദാബിയുടെ ബോർഡർ ആയിട്ടുള്ള ജബൽ അലിയിൽ ജാഫ്സ ഫ്രീ സോണും ആണുള്ളത്. ഈ കാണുന്ന രണ്ട് സൈഡിലും നമുക്ക് ബോഷിന്റെ ഇത് കാണാനുണ്ട്. അതുപോലെ പല വലിയ വലിയ ഇതാണ് നമ്മള് അബുദാബി എത്തിയില്ലേ? അബുദാബിയെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അബുദാബിയെ കുറിച്ച് മെയിൻലി പറയാനുള്ളത്, നമ്മളിപ്പോ ബോർഡർ കടന്നപ്പോ ഫസ്റ്റ് കാണുന്നത് എഡ്നോക്ക് ആണ്. എഡ്നോക്ക് അബുദാബിയുടെയും ബാക്കിയുള്ള പെട്രോൾ പമ്പ്സ് യൂഷ്വലി ദുബായിയുടെയാണ്. എഡ്നോക്ക് അബുദാബിയുടെ ഒരു മെയിൻ ചിഹ്നമാണ്. അപ്പൊ നമ്മളും എനോക്കും പിന്നെ മാറും. ഓക്കെ, ഫ്യൂവൽ അടിക്കാൻ വേണ്ടി നമ്മള് പറഞ്ഞപ്പോ ഞാൻ അറിയാതെ അഡ്നോക്കിലേക്ക് കയറിയതാണ്. ഫ്യൂവൽ അടിക്കണ്ടേ? അഡ്നോക്ക് എന്ന് കേട്ടപ്പോ ഡ്രൈവർക്ക് ചെറുങ്ങനെ തെറ്റിപ്പോയി. അഡ്നോക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതെ, നിങ്ങളത് അഡ്നോക്ക് എക്സിറ്റ് മാറിപ്പോയി. നമ്മളപ്പോ ഇങ്ങനെ കറങ്ങിയിട്ട് അപ്പുറത്തെ എക്സിറ്റിൽ കൂടെ വീണ്ടും പോകുന്നു. നിങ്ങൾക്ക് അഡ്നോക്കിന്റെ പമ്പ് കാണിക്കാൻ വേണ്ടി കയറിയതല്ല, ഇവനൊന്ന് ചെറുങ്ങനെ വഴി തെറ്റിയതാണ്. എന്തായാലും കയറിയതല്ല, നമുക്കൊരു 10 രൂപ. ഇതെന്താണ് ഇതിന്റെ വ്യൂ? ഡെസ്റ്റിനേഷൻ നമ്മുടെ കട്ടന്റെ സ്ഥലത്തി. അയ്യോ, ഇത് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ. അയ്യോ, കട്ടന്റെ ഡെസ്റ്റിനേഷൻ. ഹലോ ഗായ്സ്, നമ്മള് ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിരിക്കുന്നു. അതിനകത്തേക്ക് കേറുകയാണ്. കട്ടൻ കിട്ടുക, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം അങ്ങനത്തെ വീഡിയോസ് ഇവിടെ അലോ ചെയ്യില്ല. നമ്മളിപ്പോ എൻട്രി മാത്രമാണ് എടുക്കുന്നത്, അകത്തേക്ക് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് ഇതിന്റെ എൻട്രിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾ അകത്തേക്ക് കയറി നോക്കട്ടെ. ഒരു വലിയ സംഭവമാണെന്ന് തോന്നുന്നു. വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. വലിയ ബിൽഡിംഗ് അല്ല, ചെറിയ ബിൽഡിംഗ് ആണ്. വലിയ ബിൽഡിംഗ് അല്ലേ? എടാ, നോ എൻട്രി റൗണ്ട് അബൌട്ട്. ാണ് നമ്മൾ ഇറങ്ങുമ്പോഴുള്ള ഒരു വ്യൂ ആണിത്. അബുദാബിയുടെ ഒരു സൈഡിലെ ഡെസേർട്സ് ആണ് ഇപ്പൊ നമ്മളിതിലെ കാണുന്നത്. അങ്ങനെ ഞങ്ങള് കട്ടൻ വാങ്ങി പരിപാടികളെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. ഇനി
ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. അത് എങ്ങോട്ട് പോണോന്നുള്ളതാണ് ചിന്തിക്കണത്. ഇതൊക്കെ ഇവിടെയൊക്കെ പച്ചപ്പ്. കരാമേല് പോണം, ക്രിസൈസിൽ പോണം. എടി ഇതെന്താടി ഈ ചെടികള്? ലൊക്കേഷൻ പറ. ഇതോ ഇത് ഡമാസ്. ലൊക്കേഷൻ പറ, എവിടെയാന്ന് പറ. കിസൈസ്. കിസൈസ് എവിടെയാന്ന് പറ. അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. നിങ്ങളല്ലേ ഫുഡ് കഴിക്കാൻ പോയാലോ? ഇപ്പൊ എന്ത് കഴിക്കണോന്നുള്ള ഡിസ്കഷൻ ചോറ് കിട്ടുമായിരിക്കും അല്ലേ? ചോറുണ്ടാവില്ലേ അവിടെ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ വേറെ പോകാം. അതാണ് ഇപ്പൊ നമ്മള് ചിന്തിച്ചുകൊണ്ടിരിക്കണേ. കിസൈസിൽ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യേ. റൈറ്റ് സൈഡിലുള്ളത് ദുബായ് പാർക്സ് ആൻഡ് റിസോർട്ട്സിൻ്റെ ഏരിയ ആണ്. ഇവിടെ ഒരു പെർട്ടിക്കുലർ ഏരിയ മെയിൻലി റിസോർട്ട്സ്, അതുപോലെ വാട്ടർ തീം പാർക്സ്, ഇപ്പം ഈ ലിഗോ ലാൻഡ് മുതലായിട്ട് മോഷൻ ഗേറ്റ് മുതലായിട്ടുള്ള വലിയ വലിയ പാർക്സ് ആൻഡ് റിസോർട്ട്സിൻ്റെ ഏരിയ ആണ്. അതിലൂടെയാണ് ഇപ്പം നമ്മൾ കടന്നു പോയത്. നമ്മൾ കട്ടൻ വാങ്ങി തിരിച്ചു വരുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. ആ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി ഗൈസ്. ഇല്ല, ഞാൻ എടുത്തിട്ടുണ്ട് ഗൈസ്. അവളുടെ ഫോണിലാണുള്ളത്. ഞാൻ മറ്റൊരു ഫോണിൽ അത് എടുത്തിട്ടുണ്ട്. അത് ഞാൻ അത് പറ്റുകയാണെങ്കിൽ അതിന്റെ ഇടയിലേക്ക് കേറ്റാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ അത് ആഡ് ചെയ്യുന്നതാണ്. ഇതൊക്കെ എന്താണ് പറയാനുള്ളത്? ഈ സൈഡുള്ള വ്യൂ ഇവിടെ രണ്ട് സൈഡിലും അബുദാബിയിൽ നിന്ന് വരുന്ന വഴിക്ക് നമ്മൾ കുറച്ച് ദൂരം കഴിഞ്ഞാൽ DPR ആണ്. DPRന് ശേഷം പിന്നെ DIP ഏരിയ വരും. DIP കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദുബായ്. DIP ദുബായ് ആണ്. അതുപോലെ തന്നെ DIP ദുബായ് പിന്നെ മേജർ സിറ്റി പോലുള്ള ഏരിയാസാണ്. അതുവരെ രണ്ട് സൈഡിലും ഫുള്ള് ഡെസേർട്ടഡ് ആയിട്ടുള്ള ഏരിയാസാണ്. DIP അടുക്കുന്തോറും നമുക്ക് വെയർ ഹൗസസ്, ഇപ്പം നെസ്റ്റോൻ്റെ ഒരു വെയർ ഹൗസാണ് നമ്മളിപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നത്. അതുപോലുള്ള വെയർ ഹൗസസ് നമുക്ക് രണ്ട് സൈഡിലും കാണാം. വൺസ് വെയർ ഹൗസിൻ്റെ ഏരിയ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജാഫ്സ കഴിഞ്ഞാൽ പിന്നെ മേജർ സിറ്റിയിലേക്ക് നമ്മൾ കടന്നു. ഇതൊരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിന്റെ എക്സ്പ്ലനേഷൻ ഇത് ജാഫ്സ 1 ആണ്. അതായത് നമ്മുടെ ഫ്രീ സോണിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഐക്കൺ ആണ് ജാഫ്സ 1. ഫ്രീ സോൺ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് ഒരു അതിന്റെ മേജർ ഐക്കൺ ആയിട്ട് നിലനിൽക്കുന്ന ഒരു ബിൽഡിംഗ് ആണത്. ജാഫ്സ 1 മുതൽ അങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് ഫുൾ ഇൻഡസ്ട്രിയൽ ഏരിയാസും ഈ പറയുന്ന പോലെ ഫോറിൻ 100% ഓണർഷിപ്പ് എന്നുള്ളൊരു കോൺസെപ്റ്റിലുള്ള ഇൻഡസ്ട്രീസും മറ്റ് വെയർ ഹൗസസും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. ജാഫ്സ 1 ആണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഐക്കൺ പോലെ നിൽക്കുന്നത്. ഇതാണ് അതിൻ്റെ ചരിത്രം ശ്രുതി പറഞ്ഞത്. ഇത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് തമ്പുരാനറിയാം. കേട്ടറിവും പലതും കണ്ടറിവുമാണ്. ഇതൊന്നും ഓതന്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണെന്നുള്ളത് വിശ്വസിച്ച് അതിന്റെ മുകളിൽ റിസർച്ച് ചെയ്ത് കമന്റ് ഇട്ടിരുത് ദൈവത്തെ ഓർത്തിട്ട്. അതെ, ഇത് ഒരു കേട്ടറിവ് മാത്രം കേട്ടോ. ഇത് ഗൂഗിളിൽ റിസർച്ച് ചെയ്ത് പറയുന്നൊന്നുമല്ല. ചിലപ്പോ ശരിയാവാം, ശരിയൊക്കെ തെറ്റല്ലേ. കഴിഞ്ഞ ഒരു 6 വർഷം അല്ലെങ്കിൽ 7 വർഷം ദുബായിലൂടെ സഞ്ചരിച്ചതിന്റെ ചെറിയ ചെറിയ പലരുമായിട്ടും നമ്മൾ വർക്കിനും അല്ലാതെയൊക്കെ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന പല ഇൻഫർമേഷൻസ് ആണിത്. അല്ലാതെ നമ്മളിപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടോ ChatGPTയോട് ചോദിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ല. മോസ്റ്റ്ലി നമ്മൾ പറയുന്ന ഇൻഫർമേഷൻസ് നമ്മൾ ഈ കഴിഞ്ഞ ഒരു 7-8 വർഷമായിട്ട് ദുബായിലുള്ള എക്സ്പീരിയൻസ് ആണ്. നമ്മൾ പലപ്പോഴും സഞ്ചരിക്കുമ്പോൾ പലരിടത്തുനിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. അല്ല, നിങ്ങൾ ഇത് പ്രൊമോട്ട് ചെയ്യാണോ? ഇതാ ഒരു ജാസ് എന്താണ് ജാഫ്സ U80 എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. അതൊരു മറ്റൊരു വിങ് ആണെന്നാണ് അവകാശപ്പെടുന്നത്. ഈ അവകാശപ്പെടുന്ന ആൾക്ക് ഒരു കേട്ടറിവ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊരു അവകാശ തർക്കം മാത്രം. രണ്ടു വാക്ക് സംസാരിക്കടാ. ഞാൻ സംസാരിച്ച എക്സിറ്റ് മിസ്സാവും. അതെ, ഞങ്ങളുടെ ഡ്രൈവർ സംസാരിക്കാറില്ല കേട്ടോ. ഡ്രൈവർ സംസാരിക്കുന്ന ഒരേ ഒരു വാക്ക് പ്രിയപ്പെട്ട കലാസ്നേഹികളെ. പ്രിയപ്പെട്ട. അതെ, അത് കഴിഞ്ഞ ബാക്കിയുള്ളവർ പറഞ്ഞോളാം. തുടക്കം മാത്രമേ ഉള്ളൂ. അതെ, അത്രയൊക്കെ തന്നെയല്ലേ ഇന്നത്തെ കാഴ്ചകളും പരിപാടികളൊക്കെ.
ഇനി ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് പറ്റുകയാണെങ്കിൽ ഫുഡ് കഴിക്കണ വീഡിയോ ഇടണോ? ഇടാലോ. ഫുഡിന്റെ വീഡിയോ എന്തൊക്കെയാ കഴിച്ചതെന്ന് വേണമെങ്കിൽ അവിടെ പോയി നോക്കിയിട്ട്. അതെ, ഇവിടെ ഇപ്പം മണി 3:30 ആയിട്ടുണ്ട്. ഞങ്ങള് മറ്റേ പർച്ചേസിന്റെ ഇൻട്രസ്റ്റ് കൊണ്ട് ഇതുവരെ വിശപ്പറിഞ്ഞില്ല. പക്ഷെ പർച്ചേസ് ചെയ്ത് സാധനം വണ്ടി കയറ്റി ഉടനെ വിശപ്പ് കുതിച്ചു പോങ്ങിയിട്ടുണ്ട്. മൈൻഡ് മാറി. അതെ, അപ്പൊ റെസ്റ്റോറന്റ് ലക്ഷ്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ബാക്കി ഇനി അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ ഇതല്ലേ നിങ്ങൾ പറഞ്ഞ ലേബർ ക്യാമ്പ്? ഇത് മെട്രോയും ഇതൊക്കെ ഉള്ളത് കൊണ്ട് ആ സൈഡ് കിട്ടിയില്ല കേട്ടോ. ഇതൊക്കെയാണ് ഇവിടത്തെ ഞങ്ങളുടെ കൂട്ടത്തില് ഒരാളുണ്ട്, മഹേഷ്. അവൻ ഉറങ്ങിപ്പോയി ഗൈസ്. അതെ, ഇനി അത് പെട്രോൾ അടിക്കണം. ആ കട്ടൻ എപ്പോ പൊട്ടുന്നോ ആ ചിക്ക് സൗണ്ടിൽ മാത്രമേ ആള് ഉണരൂ, അല്ലെങ്കിൽ ഉണരില്ല. കൊച്ചു കുട്ടികളുടെ മനസ്സായി സാധനം വാങ്ങി അവൻ അപ്പത് പിന്നെ അവന് ഫ്രണ്ടിൽ ഇരിക്കാൻ പറ്റില്ല. ഞാൻ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഞാൻ ഫ്രണ്ടിലിരുന്നു. അതിന്റെ ഒരു വിഷമമുണ്ട് അവന്. പിണക്കമാണ് അവൻ. പ്രായം 40 ആയാലും കുട്ടികളുടെ മനസ്സാ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ബാലവൃദ്ധനാണ്. കാർമാരോട് ചോദിച്ചു ചെയ്യും. ഇതൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ടതായിരുന്നു. എത്തിയാത്ത റെയില് ഈ ട്രാക്കോ അല്ല, അപ്പുറത്തെ ട്രാക്ക്. ഈ കാണുന്ന ട്രാക്ക് അല്ല, ഇതാണ് കേട്ടോ എത്തിയാത് റെയിൽ. അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയല്ലേ? കഴിഞ്ഞു, ട്രയൽ നടന്നല്ലോ. നമുക്ക് സൗദിക്ക് പോകാനുള്ളതാ. ഇത് സ്റ്റേഡിയം, ദുബായ് സ്റ്റേഡിയം കേട്ടോ. ഈ റോഡിന്റെ സൈഡ് ഫുള്ള് ഇങ്ങനെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണ എന്തിനാ? ലാൻഡ്സ്കേപ്പ് പറഞ്ഞേ. റോഡിന്റെ സൈഡില് ഇവിടത്തെ മെയിൻ കോൺസെപ്റ്റ് ഈ വെച്ചിരിക്കുന്നതെല്ലാം ഡമാസ് ആണ് ഇവിടെ ഉള്ള. അതായത് ഇത്രയും ചൂടില് നിലനിൽക്കുന്ന ചെടികളിൽ വളരെ കവറേജ് കിട്ടുന്ന ഒരു ചെടിയാണ് ഡമാസ്. ആക്ച്വലി ഇപ്പം അത് പല സ്ഥലത്തും ബാൻ ചെയ്തു, കാരണം അതിൻ്റെ റൂട്ട്സിൻ്റെ പ്രശ്നം കാരണം. മെയിൻലി ഈ പറയുന്ന ഹൈവേസിൻ്റെ 2 സൈഡിലും അധികവും മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത്. സാൻഡ്സ്ട്രോം ഇവിടെ ഭയങ്കര ഒരു പ്രശ്നമാണ്. 2 സീസൺ ചേഞ്ചിലും നമുക്ക് ഭയങ്കരമായി സാൻഡ്സ്ട്രോം ഇവിടെ ഉണ്ടാവും. ആ സമയത്ത് റോഡുകളിലേക്ക് അതുപോലെ അതിൻ്റെ സൈഡിൽ ഇപ്പം അപ്പർ സൈഡിൽ ബിൽഡിങ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള വിൻഡും സാൻഡ്സ്ട്രോമിനെ ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാൻ പ്ലാന്റ്സിന് അല്ലെങ്കിൽ ട്രീസിന് പറ്റും. അതുകൊണ്ടാണ് പലയിടത്തും ട്രീസ് ഉള്ളത്. പിന്നെ ഇപ്പം നിങ്ങൾ ഈ 2 സൈഡിലും കാണുന്നത് ചെറിയ ചെറിയ കട്ട് ചെയ്ത് നല്ല ഭംഗിയിൽ നിർത്തിയിരിക്കുന്നത് അത് റോഡിൻ്റെ സൈഡിൽ ഭംഗിക്ക് വേണ്ടി ഒരു എസ്തെറ്റിക് അപ്പിയറൻസിന് വേണ്ടി കൊടുത്തിട്ടുള്ളതാണ്. ഇതാണ് ലാൻഡ്സ്കേപ്പ് എഞ്ചിനീയറുടെ വാക്കുകൾ. പക്ഷെ പാലക്കാടുള്ളവർക്ക് എന്തായാലും രാവിലെ എണീക്കുമ്പോ പച്ചപ്പ് കാണണമെന്നാണ്. നമുക്ക് ഇവിടെ നിന്ന് ഒരു പച്ചപ്പ് കാണുമ്പോൾ ഒരു സന്തോഷം കൂടിയല്ലേ? ഇവിടെ പച്ചപ്പ് കാണുന്ന ഒരു സിറ്റിയുടെ മേജർ ഡെവലപ്മെന്റിന്റെ ഭാഗം തന്നെയാണ് സത്യം പറഞ്ഞാൽ ലാൻഡ്സ്കേപ്പ്. റോഡിന്റെ 2 സൈഡിലുള്ള നമുക്കതിനെ സ്ട്രീറ്റ്സ്കേപ്പ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതൊരു ഡെവലപ്മെന്റിന്റെ ഭാഗം തന്നെയാണ്. നമുക്ക് കുറേ റോഡും ഇൻഫ്രാസ്ട്രക്ചറും മാത്രമല്ല, അതിൻ്റെ ഒരു ഭംഗിയാക്കലിന്റെ ഭാഗം അല്ലെങ്കിൽ ഒരു കംപ്ലീഷൻ, ആ ഒരു ഡെവലപ്മെന്റിന്റെ പൂർണ്ണത വരുന്നത് ഈ പറയുന്ന സൈഡ് ഡെവലപ്മെന്റും കൂടെ വരുമ്പോഴാണ്. അത് ദുബായിൽ നമുക്ക് വളരെ ചുരുക്കം ഏരിയകളിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും നമുക്ക് കാണാം. മേജർ ആയിട്ടുള്ള സിറ്റീസിനെ ടച്ച് ചെയ്യുന്ന റോഡ്സിലെല്ലാത്തിലും ഈ പച്ചപ്പുകൾ അല്ലേ? അതെ. അപ്പൊ എന്റെ വീഡിയോസിലെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് ഈ പച്ചപ്പുകൾ. പച്ചപ്പ് പിന്നെ നമ്മൾ മലയാളികളുടെ മെയിൻ ഒരു ഐറ്റം ആണ്. അത് എവിടെ പോയാലും നമ്മൾ തപ്പി കണ്ടുപിടിക്കും. ഇതാണ് ഗ്ലോബൽ വില്ലേജിന്റെ എൻട്രൻസ് അല്ലേ? ഇത്
ഇത് ഗ്ലോബൽ വില്ലേജിന്റെ എൻട്രൻസ് ആണ്. ഗൂഗിൾ ഒന്ന് പറഞ്ഞേ ഗ്ലോബൽ വില്ലേജിന്റെ ഒരു ചെറിയ ഡീറ്റെയിൽസ്. ഗ്ലോബൽ വില്ലേജിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇപ്പം ചൂടായതുകൊണ്ട് അത് ക്ലോസ്ഡ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നത് ഗ്ലോബൽ വില്ലേജിന്റെ സിറ്റി ലാൻഡ് മാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാളാണ്. അവിടെ കാരിഫോറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഗ്ലോബൽ വില്ലേജ് എക്സിബിഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് യൂഷ്വലി വിന്റർ സീസണിലാണ്. നമുക്ക് റോഡിന്റെ രണ്ട് സൈഡിലും എക്സിറ്റ് എടുത്ത് ഈ പറയുന്ന ഗ്ലോബൽ വില്ലേജിലേക്ക് പോകാനായിട്ട് വഴിയുണ്ട്. അപ്പം നമ്മൾ കടന്നു വന്നത് അതിലേക്ക് കയറാനുള്ള വൺ ഓഫ് ദ എൻട്രൻസസ് ആണ്. നേരെ കാണുന്നതാണ് ഗ്ലോബൽ വില്ലേജിൻ്റെ മറ്റൊരു മെയിൻ ഇൻഡോർ സ്റ്റേഡിയം എന്ന് പറയുന്നത്. അതിനകത്ത് ഇൻഡോർ ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളും ഉണ്ട്. ആ എൻഡിൽ കാണുന്നതാണ് റൈറ്റ് സൈഡിൽ. അതുപോലെ മാളുകൾ, ഗ്ലോബൽ വില്ലേജിൻ്റെ സിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ അപ്പർ സൈഡിലാണുള്ളത്. അപ്പോൾ നമ്മൾ കാണുന്നത് ഇതിൻ്റെ മേജറായിട്ടുള്ള എൻട്രൻസും കാര്യങ്ങളുമാണ്. അപ്പം നേരെ കാണുന്നത് അതിൻ്റെ എൻട്രിയാണ്, അതിൻ്റെ കവാടമാണ്. അതിനകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പല സിറ്റീസ്, അതായത് ഈജിപ്റ്റ്, ഇന്ത്യ, പാകിസ്ഥാൻ, അങ്ങനെയുള്ള പല കൺട്രീസിൻ്റെ ബിൽഡിങ്സും അവരുടെ ഇതൊക്കെ കാണാൻ പറ്റും. എന്ത് ഹൈറ്റിലല്ലേ ഇത് വന്നിരിക്കണത്? ഈ വോയിസ് ഓവർ കൊടുക്കുന്നതാണോ? ഈ മരം, മനസ്സിലായില്ല. ഈ മരങ്ങളെ മരങ്ങള് കവി എന്താ ഉദ്ദേശിച്ചെന്ന് ഞങ്ങൾക്ക് കൂടി പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടേ? ശ്രുതി, ഇത് ഇത്ര ഹൈറ്റിൽ വരും ഈ മരം? വെട്ടി വിട്ടാൽ ഇനിയും ഹൈറ്റിൽ വരും. ഇതൊന്നും ഇടരുത് കേട്ടോ, വെട്ടി വിട്ടാൽ. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10-15 മിനിറ്റിലാണ് ഫുഡ് വരിക എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ വെയിറ്റിംഗ് ആണ് ഫുഡിനായിട്ട്. ഫുഡ് വന്നിട്ടുണ്ട്. ഫുഡ് ഓർഡർ ചെയ്തത് പൊറോട്ട, ബീഫ്, പിന്നെ അതുപോലെ പപ്പടം, സാലഡ്, അച്ചാർ, ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, ലൈം ജ്യൂസ്, ഇത്രയും സാധനങ്ങളാട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇവിടുത്തെ ഫുഡ് നല്ല ഫുഡായിരുന്നു കേട്ടോ. ഫുഡെല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് റെസ്റ്റോറൻറ്റിൻ്റെ എൻട്രൻസിലുള്ള കാഴ്ച കേട്ടോ. കാണാൻ നല്ല രസമായിട്ടുണ്ട്. വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന പോലെ ഉണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ എൻട്രൻസിലേക്കുള്ള വഴി. അപ്പോൾ നമ്മൾ ഇതിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്പുറം നമ്മുടെ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും കാണും വരയ്ക്കും ഗുഡ് ബൈ.